നമസ്കാരം, ആസ്ട്രോമുനിയിലേക്ക് സ്വാഗതം. പ്രിയ പുണർദം നക്ഷത്രത്തിൽ പിറന്നവരെ, 2026 നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും ഭാഗ്യവും നൽകുന്ന വർഷമായിരിക്കുമോ? വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്? സാമ്പത്തികമായ ദീർഘകാല സ്ഥിരത കൈവരിക്കാൻ ഈ വർഷം അവസരം ലഭിക്കുമോ? കരിയറിൽ പുതിയ ഉയർച്ചകളും യാത്രകളും ഉണ്ടാകുമോ? ഈ നിർണായക വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നമുക്ക് പുണർദം നക്ഷത്രത്തിന്റെ 2026 സാധ്യതകളിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ ഏഴാമത്തേതാണ്. ഇതിന്റെ ഒരു ഭാഗം മിഥുനം രാശിയിലും പ്രധാന ഭാഗം കർക്കിടകം രാശിയിലും വ്യാപിച്ചു കിടക്കുന്നു. ഈ നക്ഷത്രത്തിന്റെ അധിപഗ്രഹം ഗുരു ആണ്. അതുകൊണ്ട് തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ജ്ഞാനം, ശുഭാപ്തി വിശ്വാസം, ധാർമ്മികത, വിവേകം, ഉദാരത എന്നിവ സ്വാഭാവികമായുണ്ട്. ദേവത അതിഥി, ദൈവങ്ങളുടെ അമ്മ ആയതിനാൽ ഈ നക്ഷത്രക്കാർക്ക് പുനർജന്മം, തിരിച്ചുവരവ്, സംരക്ഷണം എന്നിവയുടെ ഊർജ്ജമുണ്ട്. 2026 നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴം വർഷത്തിന്റെ മധ്യത്തിൽ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു മാറ്റമാണ്. ഈ മാറ്റം ജീവിതത്തിൽ ഭാഗ്യവർദ്ധനവ്, വ്യക്തിപരമായ വളർച്ച, പുതിയ അവസരങ്ങൾ, ആരോഗ്യപരമായ പുരോഗതി എന്നിവയ്ക്ക് കാരണമാകും. പുണർദം നക്ഷത്രക്കാർക്ക് 2026 കരിയർ രംഗത്ത് പുതിയ അവസരങ്ങളും സ്ഥാനക്കയറ്റവും സ്ഥിരതയും നൽകുന്ന വർഷമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിലിൽ ചില കാര്യങ്ങൾക്ക് കാലതാമസം നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ പ്രയത്നം പാഴാകില്ല. വ്യാഴം ലഗ്നത്തിൽ വരുന്നതോടെ ജൂലൈ മുതൽ നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ജോലിയുടെ അന്തരീക്ഷം കൂടുതൽ അനുകൂലമാകുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഉപദേശം, അധ്യാപനം, ധനകാര്യം, നിയമം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മികച്ച പുരോഗതിയുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ദീർഘകാല നിക്ഷേപങ്ങളിലൂടെയും പങ്കാളിത്തങ്ങളിലൂടെയും ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ വർഷത്തിന്റെ രണ്ടാം പകുതി അനുകൂലമാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ കരിയർ ലക്ഷ്യങ്ങളിൽ വ്യക്തമായ പുരോഗതി കാണാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും 2026 വളരെ അനുകൂലവും സമാധാനപരവുമാണ്. നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ അനുഗ്രഹം കാരണം കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. അവിവാഹിതരായ പുണർദം നക്ഷത്രക്കാർക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ഏറ്റവും മികച്ച സമയമാണിത്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വിവാഹം ഉറപ്പിക്കാൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള സമയം കൂടുതൽ അനുകൂലമാണ്. വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും. കുട്ടികളുടെ പഠനം, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് തീർത്ഥാടന യാത്രകൾ നടത്താനോ വീട് പുതുക്കിപ്പണിയാനോ സാധ്യതയുണ്ട്. പഴയ തെറ്റിദ്ധാരണകൾ മറന്നു മുന്നോട്ടു പോകാൻ ഈ വർഷം അവസരം നൽകും. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 പുണർദം നക്ഷത്രക്കാർക്ക് വലിയ വളർച്ചയും ദീർഘകാല സ്ഥിരതയും നൽകുന്ന വർഷമാണ്. വ്യാഴത്തിന്റെ സംക്രമണം സാമ്പത്തികപരമായ സൗഭാഗ്യവർദ്ധനവിന് കാരണമാകും. സാമ്പത്തിക സ്ഥിതി ശക്തമാകും. പഴയ കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ നിന്നോ പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തിൽ നിന്നോ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്ക് എടുക്കുമ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെ ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് മുതൽ വർഷാവസാനം വരെ ധനപരമായ കാര്യങ്ങളിൽ ഏറ്റവും അനുകൂലമായ സമയമാണ്. ധൂർത്ത് ഒഴിവാക്കുകയും കൃത്യമായ ബഡ്ജറ്റിംഗ് ശീലം പാലിക്കുകയും ചെയ്താൽ വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും ഈ വർഷം സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ 2026 പുരോഗതിയും ആശ്വാസവും നൽകുന്ന വർഷമാണ്. വർഷാരംഭത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനമാറ്റം കാരണം ദീർഘകാലമായുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ശാരീരിക ആരോഗ്യം നിലനിർത്താൻ ക്രമമായ വ്യായാമം, ധ്യാനം എന്നിവ ശീലമാക്കണം. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ വർഷം മികച്ച വിജയവും ഉപരിപഠനത്തിന് അവസരവും ലഭിക്കും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട യാത്രകളും തീർത്ഥാടന യാത്രകളും ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാർ 2026 വലിയ വിജയങ്ങൾ നേടുന്നതിനായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുക. നക്ഷത്രാധിപനായ വ്യാഴത്തെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്.
വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണകരമാകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഉദാരത കാണിക്കുക. പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ സഹായം ചെയ്യുന്നത് പുണ്യം വർദ്ധിപ്പിക്കും. പ്രധാന നിർദ്ദേശമായി ഈ വർഷം അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മുതിർന്നവരുമായി ആലോചിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. പ്രത്യാശയുടെയും തിരിച്ചുവരവിന്റെയും നക്ഷത്രമായ പുണർദത്തിന് 2026 വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാ ലക്ഷ്യങ്ങളിലും നിങ്ങൾ വിജയം കൈവരിക്കട്ടെ.